ഇന്ന് രാവിലെ ന്യൂസ് വായിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ അതായത് ഉത്തർപ്രദേശിൽ സുൽത്താൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തെ മങ്കേഷ് എന്ന് പറയുന്ന ഒരു ചോട്ടാ ഡോണിനെ അവിടെയുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കൊന്നുകളഞ്ഞു. അപ്പോൾ ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ മറ്റ് സ്റ്റേറ്റിലുള്ള ആൾക്കാരും കേരളത്തിലുള്ള ആൾക്കാരെല്ലാം എങ്ങനെ റിയാക്ട് ചെയ്യുന്നറിയില്ല. പക്ഷെ ഉത്തർപ്രദേശിലെ ഓരോ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കെല്ലാം ഈ ന്യൂസ് വളരെയധികം സന്തോഷം തോന്നുകയാണ്. അതായത് അവിടെയുള്ള മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഏതൊരു വിഭാഗത്തിൽ ചേർന്ന ആൾക്കാർക്കാണെങ്കിലും ഇങ്ങനെയുള്ള ന്യൂസുകൾ വരുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനം 2017 മുമ്പ് അതായത് യോഗി ആദിത്യനാഥ് വരുന്നതിന് മുമ്പ് അവിടെയുള്ള മാതാപിതാക്കളെല്ലാം തന്നെ പുറത്തോട്ട് പെൺകുട്ടികളെ പഠിക്കാൻ വിടാൻ വരെ വളരെയധികം പേടിയായിരുന്നു. അതായത് ഏത് റിലീജിയനുള്ള ആൾക്കാർക്കാണെങ്കിലും. പിന്നീട് അവിടെ നിന്ന് 2024 എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു പൊളിറ്റിക്സിനെ എല്ലാം തന്നെ ചേഞ്ച് ചെയ്ത് ഇന്ന് അവിടെയുള്ള ഓരോ നേതാക്കളും അതായത് ഈ ചോട്ടാ ഡോൺ എന്ന് പറഞ്ഞ് നടക്കുന്ന ഓരോ ആൾക്കാരും പേടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതായത് അന്ന് അവിടെയുള്ള ജനങ്ങളായിരുന്നു പേടിച്ചുകൊണ്ടിരുന്നത്, ഇന്ന് അവിടെയുള്ള അതായത് ഇങ്ങനെയുള്ള ഗാങ്സ്റ്റേഴ്സ് ആണ് പേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം ചേഞ്ചസ് ആണ് ഇന്ന് UPയിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന അവരുടെ ഇപ്പോഴത്തെ CM എങ്ങനെയാണ് ഉത്തർപ്രദേശ് അതായത് പണ്ട് ഗാങ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന ആ ഉത്തർപ്രദേശിനെ ഇന്നത്തെ ഉത്തർപ്രദേശായി മാറ്റിയെടുത്തത്, അതുപോലെ തന്നെ അതിന്റെ വിമർശനങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്ന ആൾക്കാരെല്ലാം തന്നെ. അതായത് ഇന്ന് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലുള്ള ആൾക്കാർ എതിർക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാരാണ് കേരളത്തിൽ എതിർക്കുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥ വശം ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്റെ പേര് അശ്വിൻ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ശ്രമിക്കുക. ഇപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ സംഖ്യയാണ്, BJP കാരനാണ് എന്ന് പറഞ്ഞ് എഴുതി മുദ്ര കുത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അങ്ങനെ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക. അതായത് ഞാൻ BJPക്ക് അനുകൂലമായ എന്തെങ്കിലും പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ പറയാം. അല്ലാണ്ട് ആദ്യം തുടക്കം തന്നെ ഈ യോഗി ആദിത്യനാഥിനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ അത് സംഖ്യയാണെന്ന് പറഞ്ഞ് എഴുതി തള്ളേണ്ട ആവശ്യമില്ല. ഇപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഈ ഒരു പേര് കേൾക്കുമ്പോൾ മറ്റു പലർക്കും മറ്റൊരു പേരും കൂടി ആയിരിക്കും മനസ്സിൽ വരുന്നത്, അതായത് ബുൾഡോസർ ബാബ എന്ന് പറയുന്നത്. അത് മാത്രമല്ല യോഗി ആദിത്യനാഥിന്റെ സ്പീച്ച് ഉണ്ടായിരുന്നു, അതായത് ഓരോ ഗാങ്സ്റ്റേഴ്സിനെയും മണ്ണിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസ് എല്ലാം കേൾക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ബുൾഡോസർ ആക്ഷൻ എല്ലാം കേൾക്കുമ്പോഴും ഇവിടെയുള്ള പല ആൾക്കാരും പറയുന്നത് അതായത് മുസ്ലിമുകളുടെ വീടുകളാണ് അവിടെ തകർത്തുകൊണ്ടിരിക്കുന്നത്, അതായത് മുസ്ലിം ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ അതല്ല. അതായത് ഇങ്ങനെ മുസ്ലിം ആൾക്കാർക്കും സാധാരണ ജനങ്ങൾക്കും അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് അതായത് നാഷണൽ സർവേ എടുത്തു. പ്രിന്റ് തുടങ്ങിയ ന്യൂസ് പേപ്പർ അതായത് BJPനെല്ലാം എതിർക്കുന്ന ഒരു ന്യൂസ് പേപ്പറാണ് പ്രിന്റ്. അപ്പോൾ അങ്ങനെയുള്ള ന്യൂസ് പേപ്പർ അടക്കം സർവേ എടുത്തതിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് CM ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ യോഗി ആദിത്യനാഥിന്റെ പേരാണ് ഒന്നാമത് വന്നിരിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് യോഗി ആദിത്യനാഥ് 2017 തൊട്ട് 2024 വരെ ഈ ഒരു കാലയളവിൽ ഏകദേശം 10 വർഷം ആകാൻ പോകുന്നു. ആ ഒരു 10 വർഷത്തിന്റെ ഉള്ളിൽ UPയിൽ പലതരത്തിലുള്ള മാറ്റങ്ങളാണ്. അതായത് പണ്ട് ആൾക്കാർ പേടിച്ചുകൊണ്ടിരുന്ന പല ഗാങ്സ്റ്റേഴ്സും ഇന്ന് അവിടെ ഇല്ല. അതുപോലെ തന്നെ അതിലുണ്ടായിരുന്ന പലരും ഇന്ന് മറ്റ് ബിസിനസ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് യോഗി ആദിത്യനാഥിനെ കൊണ്ട് വെറും 10 വർഷം പോലും ആയിട്ടില്ല ഇത്രയും വലിയൊരു മാറ്റം സംഭവിക്കാൻ പറ്റിയത്? അത് 10 വർഷം പോലും ആയിട്ടില്ല. 2017 യോഗി ആദിത്യനാഥ് അവിടുത്തെ CM ആയി പദവിയേക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഓരോന്നായി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്ഥിരമായി നമ്മൾ എന്ത് പറയുകയാണെങ്കിലും അതിന്റെ അടിയിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ച് വരുന്നവർക്ക് എല്ലാവരും തന്നെ തെളിവ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് നിങ്ങൾ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഏത് തെളിവും അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ വീഡിയോസിനും അതിനുള്ള തെളിവുകൾ അതായത് നാഷണൽ മീഡിയസിലും അതുപോലെ തന്നെ ഇന്റർനാഷണൽ മീഡിയസിലും റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമേ നമ്മൾ മേക്ക് ചെയ്യുള്ളൂ. ആ കാര്യത്തിനെല്ലാം തന്നെ തെളിവ് സഹിതം നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് തെളിവ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം ടെലിഗ്രാം ചാനലിന്റെ, അവിടെ പോയി ജോയിൻ ചെയ്യാം. ഇപ്പൊ വീഡിയോ ഇട്ടെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ യോഗി ആദിത്യനാഥ് അവിടുത്തെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ യോഗി ആദിത്യനാഥ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് അവിടെ ഇല്ലീഗലായിട്ട് അതായത് ഗവൺമെന്റ് പ്രോപ്പർട്ടികളിൽ ആരൊക്കെ വീട് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ലിസ്റ്റ് എടുക്കാൻ പറ്റും. അങ്ങനെ ആ സ്ഥലങ്ങളുടെ എല്ലാം ലിസ്റ്റ് എടുത്തതിന് ശേഷം അതായത് ഈ സ്ഥലങ്ങൾ ഇല്ലീഗലായി ഒക്യുപ്പൈ ചെയ്ത ഓരോ ആൾക്കാരിൽ അതായത് എത്ര ക്രിമിനൽ കേസസ് ഉണ്ട്, ആ ക്രിമിനൽ കേസസ് ഉള്ള ആൾക്കാരുടെ എല്ലാം സ്ഥലത്തിന്റെ ഡാറ്റ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറഞ്ഞു. അതായത് ഈ ഇല്ലീഗലായി ഒക്യുപ്പൈ ചെയ്ത ആൾക്കാരുടെ സ്ഥലത്തിന് അവർ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസും അതായത് ഗുണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആൾക്കാരുടെ സ്ഥലങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥലം സെപ്പറേറ്റ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൽ അതായത് ഈ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ അതായത് എന്തെങ്കിലും ഒരു ക്രൈം റേറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ക്രൈം റേറ്റിൽ അവന്റെ വീട് എവിടെയാന്ന് നോക്കും. അപ്പോൾ ആ വീട് ഇല്ലീഗലായിട്ട് ഇങ്ങനെ ഒക്യുപ്പൈ ചെയ്ത സ്ഥലങ്ങൾ അതായത് ഗവൺമെന്റ് സ്ഥലത്ത് ഇങ്ങനെ ഇല്ലീഗലായിട്ട് കയറി കൂടിയ ആൾക്കാരാണെങ്കിൽ അവരുടെ വീട് ഉടനെ തന്നെ പൊളിച്ചു കളയുന്ന ഒരു ആക്ഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതിനാണ് യോഗിനെ എല്ലാവരും പ്രതിവശമെല്ലാം തന്നെ ബുൾഡോസർ ബാബ എന്നും അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബുൾഡോസർ ആക്ഷൻ കാരണം പലരും പേടിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പലരും അതായത് ഇവിടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു അത് മുസ്ലിംസുകളെ ടാർഗറ്റ് ചെയ്താണ് ചെയ്യുന്നത്. പക്ഷെ ഇത് മുസ്ലിമുകളല്ല,
അതായത് അവിടെ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിമുകളാണെങ്കിലും ആരാണെങ്കിലും ഇല്ലീഗലായിട്ട് വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടുകൾ ആദ്യം ടാർഗറ്റ് ചെയ്യുകയും പിന്നീട് അവരെന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രൈം ഉള്ള ആൾക്കാരെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്ത് അവരുടെ വീടുകളായിരുന്നു പൊളിച്ചുകൊണ്ടിരുന്നത്. അല്ലാണ്ട് സാധാരണ ജനങ്ങളുടെ വീടുകൾ പൊളിച്ചിട്ടില്ല. ഇത് തന്നെയാണ് സുപ്രീം കോടതിയിൽ അത് കഴിഞ്ഞ ആഴ്ച ഒരു കേസ് ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. അതായത് ബുൾഡോസർ ആക്ഷൻ, ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീട് മൊത്തം പൊളിച്ചു കളയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഒരു ഇത് പറഞ്ഞു. അപ്പോൾ യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് ഒരു സത്യവാങ്മൂലം കൊടുത്തു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്, അതായത് ഞങ്ങൾ ഇങ്ങനെ നോട്ടീസ് കൊടുത്തതാണ്. അത് മാത്രമല്ല ഈ പൊളിച്ച എല്ലാ സ്ഥലങ്ങളും ഗവൺമെന്റ് സ്ഥലങ്ങളാണ്. അതിനുള്ള തെളിവുകൾ അടിസ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെ സുപ്രീം കോടതി തന്നെ യോഗിനെ അപ്രീഷിയേറ്റ് ചെയ്തതാണ് ഉള്ളത്. അപ്പോൾ ഇതൊന്നും നമ്മുടെ ന്യൂസ് ചാനലിൽ വരില്ല. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയി റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, അതായത് സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേന്ന്. അപ്പോൾ ആദ്യം തന്നെ ഈ ക്രൈം റേറ്റ് കുറയ്ക്കാൻ വേണ്ടി യോഗി ആദിത്യനാഥ് കയ്യിലെടുത്ത സ്റ്റെപ്പാണ് ബുൾഡോസർ. അപ്പോൾ ഇത് ഏകദേശം നല്ല രീതിയിൽ തന്നെ വിജയിച്ചു എന്ന് തന്നെയാണ് അവിടെയുള്ള ആൾക്കാരുടെ വിലയിരുത്തൽ. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഈ എൻകൗണ്ടർ പോളിസിയാണ് യോഗി സ്വീകരിച്ചത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരേ പോലീസ് ഒരാളെ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതിന്റെ ഭവിഷ്യത്ത്. അതായത് അവനെ ഇല്ലാത്ത കമ്മിറ്റികളെല്ലാം വന്ന് ആ പോലീസുകാരൻ ചെയ്തതാണ് തെറ്റ്, അതായത് ആ എത്ര വലിയ കൊടും തീവ്രവാദിയാണെങ്കിലും അവനാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ജസ്റ്റിഫൈ ചെയ്യും. ഇതുകൊണ്ട് നമ്മുടെ അതായത് പൊതുവേ നമ്മുടെ മീഡിയസ് എല്ലാം തന്നെ നമ്മുടെ പോലീസിന്റെ ഒരു കൈ കെട്ടിയിട്ടിരിക്കുക എന്ന് പറഞ്ഞ രീതിയാണ്. അതായത് പോലീസ് ഒരു നല്ല കാര്യം ചെയ്താലും അത് ഇവിടെയുള്ള മീഡിയസ് എല്ലാം തന്നെ ചീത്ത കാര്യമായി മാറ്റും. പക്ഷെ ഉത്തർപ്രദേശിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതായത് യോഗി ആദിത്യനാഥ് കൂടുതലും ഈ പോലീസ് ഫോഴ്സസും അതുപോലെ തന്നെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഇങ്ങനെയുള്ള കൂടുതൽ ഫോഴ്സസ് പുതിയതായി റിക്രൂട്ട്മെന്റ് ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം, അതായത് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ, അതായത് സെപ്പറേറ്റ് ഒരു രാജ്യമായി സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ വേൾഡിലെ 5ാമത്തെ ഏറ്റവും വലിയ പോപ്പുലേഷനുള്ള ഒരു രാജ്യമായി മാറിയാണ് ഉത്തർപ്രദേശ്. കാരണം അത്രമാത്രം പോപ്പുലേഷൻ, അത്രമാത്രം ഏരിയ, GDP, പെർ ക്യാപിറ്റ, ഇങ്ങനെ എല്ലാ കാര്യത്തിലും വലിയൊരു സ്റ്റേറ്റ് ആണ്. അതായത് കേരളം തമിഴ്നാട് പോലെ ഒരു ചെറുതല്ല, തമിഴ്നാട് വലുതാണ് എങ്കിലും കേരളം പോലെയുള്ള സ്റ്റേറ്റ് അല്ല. കേരളത്തിനെക്കാട്ടിലും 9 ഇരട്ടിയോളം പോപ്പുലേഷൻ അവിടെ ഉണ്ട്. ഏകദേശം 27 കോടിയോളം ആൾക്കാർ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് അതായത് ഈ എൻകൗണ്ടർ എല്ലാം ചെയ്യുന്നത് ഹൈലി റിസ്ക് ആണ്. അപ്പോൾ ഈ മീഡിയസിനെല്ലാം തന്നെ കൂടുതലും റെസ്ട്രിക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ കൂടുതലും എൻകൗണ്ടർ പോളിസിയാണ് അവിടെ സ്വീകരിച്ചത്. ഇപ്പോൾ ഇന്ന് രാവിലെ ആ മങ്കേഷ് എന്ന് പറയുന്ന ആ ഡോണിനെ കൊന്നതും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ആറ്റിക് അഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു ഗാങ്സ്റ്ററിനെ കൊന്നതും ഇങ്ങനെയെല്ലാം വലിയ രീതിയിലുള്ള വിവാദമായതാണ്. പക്ഷെ അതൊന്നും തന്നെ ശ്രദ്ധിക്കാൻ യോഗി ആദിത്യനാഥോ അല്ലെങ്കിൽ സ്റ്റേറ്റിലുള്ള പോലീസോ നോക്കിയില്ല. അവർ ഈ ക്രൈം ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്ത് സീറോ ടോളറൻസ് പോളിസിയാണ് ഈ ക്രൈം ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതുകൊണ്ട് എന്ത് ചെയ്തു, അതായത് ഈ ബിസിനസ്സിൽ, അതായത് ഈ ഗാങ്സ്റ്ററായി നിന്ന് ഈ ബിസിനസ് എല്ലാം പലരും ഈ ഒരു അഭിപ്രായം എല്ലാം വിട്ട് മെല്ലെ മെല്ലെ ബിസിനസ്സും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇവിടെ കൊന്നുകളയും എന്നുള്ളൊരു സ്ട്രിക്റ്റ് പോളിസി തന്നെയാണ് അവർ ഫോളോ ചെയ്തത്. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഗാങ്സ്റ്റേഴ്സിനെ ഒഴിവാക്കുക. അപ്പോൾ 2017 മുമ്പ് നിങ്ങൾ ഈ ഉത്തർപ്രദേശ് എടുത്തു നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലുള്ള ഓരോ ആൾക്കാരും അതായത് ഇപ്പോൾ സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ രാത്രി ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പോലും അവിടെയുള്ള പെൺകുട്ടികൾക്ക് പേടിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെ അറ്റാക്കുകൾ ഉണ്ടാവുന്നോ, അതിൽ ആര് റേപ്പ് ചെയ്യുന്നോ, ഇങ്ങനെ ആർക്കും തന്നെ ഒരു ക്ലിയർ ഒരു ഡെഫിനേഷൻ കൊടുക്കാനില്ല. കാരണം ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ വലിയൊരു സംസ്ഥാനമാണ്. അപ്പോൾ എന്തായാലും ഒരു ഗവൺമെന്റിന് ഫുള്ളായിട്ടും എഫക്റ്റീവായി ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും അവിടെ ക്രൈം റേറ്റ് വളരെ കൂടുതലായിരുന്നു. കാരണം ഈ ഗാങ്സ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഈ ഗാങ്സ്റ്റേഴ്സ് ആണ് ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെയുള്ള ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രി ആയതിനു ശേഷം അവിടെയുള്ള ഗാങ്സ്റ്റേഴ്സിനെല്ലാം ടാർഗറ്റ് ചെയ്യും. ഇതിന്റെ തലവന്മാരെല്ലാം തന്നെ ഓപ്പൺ പബ്ലിക് ആയിട്ടും അതായത് അൺനോൺ ആയിട്ട് ആൾക്കാർ വന്നു കൊന്നു പോകുന്നു. ഇത് തന്നെയാണ് അവിടെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരുന്നത്. അതായത് ആരാന്നറിയില്ല, പെട്ടെന്ന് വന്നു കൊന്നു പോകുന്നു. അങ്ങനെ ഓരോ ഗാങ്സ്റ്റേഴ്സിനെ വെച്ച് ഇല്ലാണ്ടാക്കുമ്പോൾ ഇതെല്ലാം തന്നെ യോഗിന്റെ ആൾക്കാരാന്ന് പറഞ്ഞ് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതെല്ലാം തന്നെ അവിടെയുള്ള ഗാങ്സ്റ്റേഴ്സിന് ഒരു പേടി വരുത്തിയ പലരും ഈ തൊഴിൽ തന്നെ വിടേണ്ട അവസ്ഥ വന്നു. അപ്പോൾ പലരും പറയും അതായത് ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് തന്നെ എതിരാണ്, അതായത് ഇങ്ങനെല്ലാം ചെയ്യുന്നത്, അതായത് ഒരാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ക്രൈം ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതായത് യോഗി ചെയ്തത് ശരിയാണെന്നാണ് അവിടെയുള്ള ആൾക്കാർ പലരും സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇന്നും ഇന്ത്യയിലെ ബെസ്റ്റ് CM എന്ന് പറയുന്ന സർവേ എടുത്തു നോക്കുമ്പോൾ അതിൽ 1ാമത്തെ പേര് യോഗി ആദിത്യനാഥാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ അവിടെയുള്ള ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ക്രൈം പോളിസിയെല്ലാം തന്നെ അവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് അവരവിടെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ പലരും പറയും അതായത് ഇതെല്ലാം ചെയ്തിട്ടും അതായത് ഉത്തർപ്രദേശിൽ എന്നും ഒരു ക്രൈം നടക്കുന്നുണ്ടല്ലോ, ഇതിന് വല്ല കുറവും ഉണ്ടോന്ന്. അതിന്റെ ഡേറ്റ നമ്മൾ ഓരോന്നായിട്ട് വായിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. അതായത് യോഗി ആദിത്യനാഥ് പദവി ഏൽക്കുന്നതിന് മുമ്പ് അവിടെ മർഡർ റേറ്റ് എന്ന് പറയുന്നത് ഓരോ 1 ലക്ഷം ആൾക്കാരിൽ 4.6 ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് മർഡർ റേറ്റ് 2016 മുമ്പ്. എന്നാൽ യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം ഇപ്പോൾ 2020 ഡാറ്റയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഓരോ 1 ലക്ഷം ആൾക്കാരിൽ 2.2 ഏകദേശം 52% ഈ മർഡർ, അതായത് ഇങ്ങനെ പൊതുവെ മർഡർ നടക്കുന്നത് കുറഞ്ഞതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ റേപ്പ് കേസസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ 1 ലക്ഷം ആൾക്കാരിൽ
14.7% ആയിരുന്നു. എന്നാൽ അത് യോഗി ആദിത്യനാഥ് പദവിയേറ്റ് 2020 ആയി കഴിഞ്ഞപ്പോൾ അത് 9.3 ഏകദേശം 37% ഇതിലും ഡിഗ്രീസ് ആയി എന്നാണ് പറയുന്നത്. ഇനി മറ്റൊന്ന് കാര്യം, അത് കിഡ്നാപ്പ് ചെയ്യുന്നവരിൽ അത് 12.1 ആയിരുന്നു ഓരോ 1,00,000 ആൾക്കാരിൽ. അത് ഇപ്പോൾ 6.3 ആയിട്ട് ഏകദേശം 48% അത് കുറഞ്ഞു. അതുപോലെ തന്നെ ഡെക്കോയിറ്റി റേറ്റ്, അതായത് ഈ ഡെക്കോയിറ്റി റേറ്റ് എന്താ വെച്ചാൽ അതായത് ഈ ഗ്യാങ് ആയിട്ട് ഇങ്ങനെ ആംഡ് റോബറി എല്ലാം റോബ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഡെക്കോയിറ്റി റേറ്റ്. ഇത് ഏകദേശം 2.3% ഓരോ 1,00,000 പോപ്പുലേഷനിൽ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 52%, അതായത് 1.1 ആക്കി അത് കുറച്ചിട്ട് 52% ഡിഗ്രീസ് ആയത്. ഇനി ടോട്ടൽ ക്രൈം റേറ്റ്, അതായത് ഓരോ 1,00,000 ആൾക്കാരിൽ ഏകദേശം 554.6% ഉണ്ടായിരുന്നത്. എന്നാൽ 2020 ആയി കഴിഞ്ഞപ്പോൾ അത് 344.6% ആയിട്ട്, അത് 38% ടോട്ടൽ ക്രൈം റേറ്റിലും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡേറ്റയാണ് 2020 ഡേറ്റയുള്ളൂ. പുതിയ ഡേറ്റ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ പുതിയ ഡേറ്റയിൽ ഇതിലും കുറയും എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, മറ്റൊരു ഡേറ്റയും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടത്, അത് ഞാൻ പറയാം. അതായത് 2016-17 അതായത് കുറെ കുട്ടികൾക്കെല്ലാം തന്നെ പുറത്തു വന്ന് പഠിക്കാൻ പേടിയായിരുന്നു, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡേറ്റ നമ്മൾ പറയാം. അതായത് 2016-17 അതായത് പ്രൈമറി സ്കൂൾ പെൺകുട്ടികൾ 83.5% പെൺകുട്ടികളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 2020-21 ആയി കഴിഞ്ഞപ്പോൾ തന്നെ അത് 96.8% വർദ്ധിച്ചു. അതുപോലെ തന്നെ അപ്പർ പ്രൈമറി സ്കൂളിലാണെങ്കിൽ 84.1 ഉണ്ടായിരുന്നത് 97.1% അതിലും നല്ല വർധനമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി സ്കൂൾ എടുത്തു നോക്കുകയാണെങ്കിൽ 85.4% ഉണ്ടായിരുന്നത് 97.5% വർദ്ധിച്ചു. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അതായത് 74.4% ഉണ്ടായിരുന്നത് 90.1% അതും വർദ്ധിച്ചു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറയുന്നത്, അതായത് പെൺകുട്ടികൾക്കുള്ള റേപ്പ് കേസസുകളിൽ 38% കുറച്ചിൽ വന്നത്. അപ്പോൾ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് 38% കുറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 38% എന്ന് പറയുന്നത് മറ്റ് സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുന്ന പോലെയല്ല. അതായത് ഒരു വലിയൊരു സ്റ്റേറ്റിൽ ഇത്രയും കുറയ്ക്കുക എന്ന് വെച്ചാൽ അത് വളരെ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ്. ഇത്രയും കുറയ്ക്കാൻ പറ്റിയ മറ്റൊരു സ്റ്റേറ്റും ഇന്ത്യയിൽ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ അതായത് ബുൾഡോസർ ആക്ഷൻ ആണ് ഉള്ളതെന്ന് വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എൻകൗണ്ടർ, ഗാങ്സ്റ്റർ ഉൾപ്പെടെ ഇതെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതായത് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇതിൽ അതായത് അവിടെയുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കെല്ലാം വളരെയധികം സന്തോഷമാണ്. അതായത് ഫ്രീ ആയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതായത് നമ്മൾ യോഗി ആദിത്യനാഥിന്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് BJP-നെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്തോ അല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഡേറ്റയാണ്. ഇതിലെല്ലാം എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അതിനെല്ലാം സെപ്പറേറ്റ് സെൻഡ് ചെയ്യുന്നതാണ്. സീ യു നെക്സ്റ്റ്.